തലേന്ന് രാത്രിയും പിറ്റേന്ന് വെളുപ്പിനുമായി 4 അക്കൗണ്ടുകളിൽ നിന്ന് ATM വഴി 1 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഇത് സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഒക്ടോബർ മാസത്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഞാൻ നേരത്തെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നീനുവിൻ്റെ മിസ്സിംഗ് ആയ ഫോൺ കണ്ടെടുക്കാൻ പറ്റിയില്ലെന്നാണ് ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഗൂഗിളിലോ വാട്സപ്പിലോ ക്ലൗഡിലോ ഉള്ള ചാറ്റെങ്കിൽ ഈസിയായി കണ്ടെടുക്കാമായിരുന്നു. ഒരു മെയിൽ അയക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ, ആ ലാസ്റ്റ് ഫോൾഡറിലുള്ളത് നീനുവിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന 3 ഫയലുകളാണ്. അതിൽ ആദ്യത്തെ ഫയൽ ഒരു 1.5 വാട്സപ്പ് ചാറ്റാണ്. അതിലൊന്നാമത്തെ ഫയൽ പ്ലേ. ഓല ദിനേശ് അല്ല സാറേ, അത് ഊള ദിനേശ്. അങ്ങനെയാണ് നീനു അത് സേവ് ചെയ്തിട്ടുള്ളത്. നല്ല കറക്റ്റ് പേര് അവളെ സേവ് ചെയ്തിരിക്കുന്നത്, ഊള ദിനേശ്. മിണ്ടായിരുന്നു അവിടെ, എല്ലേ കൂട്ടി കയറി നിൽക്കേണ്ടി. 2 മാസം മുന്നേ നടന്ന ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ടാണ് സാറ് നീനുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനിടയ്ക്ക് നീനുവിനെ കാണാൻ സാർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീനു അതിൽ നിന്ന് അതിവിദഗ്ധമായി സ്കിപ്പും ചെയ്യുന്നുണ്ട്. പക്ഷെ നീനു കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസം മുന്നേ നീനു സാറിന് അയച്ചു കൊടുത്ത 2 വീഡിയോ ക്ലിപ്പുകൾ, അതായത് ഈ 2 വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് സാറിനെ വൈറലാക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൾസിന് കയ്യും കണക്കും ഇല്ലാതായത്. സാർ ഇത്ര വെറുളി പിടിച്ച് വിളിച്ചത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഈ 2ാമത്തെ ഫയൽ, അതായത് ഇതിലെ വീഡിയോ കോൾ റെക്കോർഡിംഗ്, അത് സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത വല്ലതുണ്ടോ ഇതില്? ചേമ്പറി കണ്ടോളഞ്ഞ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം കാണാൻ പാടില്ലാത്തതായിട്ട് എന്താണ് സാർ? രണ്ടാമത്തെ ഫയൽ ഇന്നെങ്കിലും ഒന്ന് എടുത്തല്ലോ എൻ്റെ പൊന്നെ. എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയാം. അതുകൊണ്ടാ എടുത്തേ. ഇനി ഞാൻ കാരണം നാട്ടിലെ ക്രമസമാധാനം നശിക്കണ്ടല്ലോ. തന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ ക്രമസമാധാനം പോയിക്കൊണ്ടിരിക്കുക. എപ്പം നോക്കിയാലും എനിക്കൊരൊറ്റ വിചാരമുള്ളൂ, താൻ താൻ താൻ. അയ്യോ, അങ്ങനെയായി എന്ത് ചെയ്യും? വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ? എന്ത് ഉത്തരവാദിത്വം? അതിനൊക്കെ ഇവിടെ കീഴുദ്യോഗസ്ഥരില്ലേ? നമ്മൾ ചുമ്മാ അത് ചെയ്യുന്നൊക്കെ അവരോട് പറഞ്ഞ പോരെ. വീട്ടിൽ മീൻ മാച്ചിട്ട് വരുന്നവരെ അവരല്ലേ, നല്ലല്ലേ? സാറിന് നല്ല ഫിറ്റ് ബോഡിയാണല്ലോ. ഡെയിലി വർക്കൗട്ട് ചെയ്യോ? പിന്നെ അതല്ലേ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് ക്ലബ്ബിൽ കമ്മീഷണർ വന്നപ്പോൾ ഞാനായിട്ട് പഞ്ച പിടിക്കാൻ വന്നു, വെള്ളത്തിൻ്റെ പുറത്ത്. കമ്മീഷണർ സാറോ? പിന്നെ ഞങ്ങൾ മച്ച കമ്പനിയല്ലേ. യൂണിഫോം അടിച്ചിട്ട് ഇപ്പോഴും പുള്ളി തന്നെ അല്ല, ഞാൻ പുള്ളിനെ ബാലാന്ന് വിളിക്കാം. ഓ, എന്നിട്ട് പഞ്ച് പിടിച്ചിട്ട് ജയിച്ചോ? പിന്നെ ജയിക്കില്ലേ. അപ്പൊ പുള്ളി ഇപ്പോഴും മറ്റേ കയ്യിൽ മറ്റേ കൈയോട് ചെല്ലുന്ന പൗച്ചില്ലേ, അതിട്ട് നടക്കുക. എയർലൈൻ ഫ്രാക്ചർ. ബെസ്റ്റ് തീരുമാനമായി. അതൊക്കെ പോട്ടെ. നീന ഉറങ്ങുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ഇപ്പോ ഉറങ്ങുമല്ലോ. അപ്പൊ ഉറങ്ങുമ്പോ മാറ്റും ചേച്ചി. എന്നാ ഉറങ്ങിക്കോ. ശരി സർ, ഗുഡ് നൈറ്റ്. അയ്യോ, അങ്ങനെ പോവല്ലേ. കുറച്ചു നേരം നമുക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? സാറിന് ഭാര്യ കേക്കില്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്? ആ സൈക്കോ അവിടെ വെട്ടിയെടുത്ത് അടിക്കഷ്ണം പോലെ കിടപ്പുണ്ടോ. വെറുതെ അവളെ പറ്റി സംസാരിക്കില്ല. എന്റെ മൂഡ് സോ സാഡ്. ഇറ്റ്സ് റിയലി സാഡ്. 2 കോടി രൂപ സ്ത്രീധനം കിട്ടിയപ്പോൾ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോഴൊന്ന് കാണാൻ പറ്റുക. ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ? അയ്യോ, ഇപ്പൊ വേണ്ട, നമുക്ക് കാണാം ഒരു ദിവസം. ഇപ്പൊ സാർ എനിക്കൊരു പാട്ട് പാടിത്തരും, അന്ന് പാടിയ പോലെ. പാടാം, പക്ഷേ ഈ ആഴ്ച തന്നെ നമ്മൾ കാണാന്നുള്ളത് എനിക്ക് സമ്മതിച്ചായിരുന്നു. ഷുവർ. റെഡിയാണോ? താങ്ക് യു. സാർ എനിക്ക് പുഷ്പ സിനിമയിലെ ഊ അണ്ട വാമവ ഒന്ന് പാടിത്തരും. തെലുങ്ക് മതിയോ? ఓకే. కోక 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 కురువి కురుగురమండే చూస్తారు. కాక 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 కురువి కరగరమండే చూస్తారు. కింగర బుద్ధి పొంగర విడ్డి ఓమర ముత్తి కామర బత్తి ఊ అంట వామవ ఊ అంట వామవ. താങ്ക്സ്. കുറച്ചുകൂടെ പാടാം. സാർ ഇതിന്റെ കൂടെ ഡാൻസും കൂടെ ചെയ്താ അടിപൊളി. ഓക്കെ, ഒരു സെക്കൻഡ്. ഞങ്ങളുടെ വെഡിങ് ഫോട്ടോ ആണ് എൻ്റെ ആ സൈക്കോന്റെ. ഒരു ക്ലിപ്പിന് വയ്ക്കാം. ഓക്കെ.
അണ്ടവാമവ ഉ അണ്ടവാമവ അണ്ടവാമവ ഉ അണ്ടവാമവ നിർത്തണോ? സൈലൻസ്, സൈലൻസ് പ്ലീസ്. Excuse me, Your Honor. I have a humble submission. May I know you please, ma'am? ബിൻസി ജോർജ്, ഹ്യൂമൻ റൈറ്റ്സിലാണ് ഞാൻ PhD ചെയ്യുന്നത്. Oh, And unfortunately, he is my husband. Now, I have something to disclose regarding this case, my lord. Your Honor, കുറച്ചു നാൾ മുമ്പ് വീട്ടിലൊരു ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ദിനേശ് ടെറസിൽ ഒരു ഫോൺ ഹാമർ കൊണ്ട് തല്ലി പൊട്ടിക്കുന്ന ഞാൻ കണ്ടു. എന്നിട്ടത് പൊതിഞ്ഞ് വാട്ടർ ടാങ്കിലിട്ടു. നൗ ഐ ബിലീവ് ഇവിടെ നേരത്തെ പറഞ്ഞ മിസ്സിംഗ് ആയ നീനുവിന്റെ ഫോൺ ആയിരിക്കാം അത്. ഇറ്റ്സ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ സർ. പോടോ ഊളെ. സോറി മൈ ലോർഡ്. it's okay. It happens. സർ, അടുത്ത ക്ലിപ്പിൽ കുറച്ചുകൂടി മസാല കൂടുതലാണ്. പ്ലേ ചെയ്യാമോ? ഓ, വേണ്ട വേണ്ട വേണ്ട. ദൈവമേ, എത്ര ഊളയായാലും ഛേ, എത്ര കുഴപ്പക്കാരനായാലും അത് അയാളുടെ പ്രൈവസിയുടെ കാര്യമല്ലേ. സാർ, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിച്ചല്ലേ പറ്റൂ. പിന്നെ തുടരന്വേഷണത്തിന് അവർക്കതൊരു സഹായമാവും. യെസ് 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 ഈ ലീഡ്സ് വെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാം. സാർ, മിസ്റ്റർ ദിനേശ്, ബെറ്റർ യു കൺഫസ് ഹിയർ. 1,00,000 രൂപയും കൊണ്ട് താൻ നീനുണ്ട് എടുത്തു പോയി. എന്നിട്ടും അവൾ ഫോൺ തരാത്തതുകൊണ്ടാണോ താൻ അവളെ തട്ടിക്കളഞ്ഞ്? പറയടോ ദിനേശ, തെളിവുകളൊക്കെ തനിക്കെതിരാ. യു ഹാവ് നോ അതർ ഗോ. നിങ്ങളല്ലേ നീനുവിനെ കൊലപ്പെടുത്തിയത്? ദിനേശ്, നിങ്ങളല്ലേ നീനുവിനെ കൊന്നത്? അല്ല, ഞാൻ കൊലപാതകയല്ല യുവർ ഓണർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇത്രയും മഴ പെയ്യുന്ന കേരളത്തിൽ എന്തിനാ സാർ ആളുകൾ വീടുകളിൽ വെട്രിഫൈൽ ടൈൽസ് ഇടുന്നത്? നമ്മളെ വെട്രിഫൈൽ ടൈൽസിന്റെ മുകളിൽ കൂടി നനഞ്ഞ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഓടിയതുകൊണ്ടാണ് ചെറുക്കടിച്ച് വീണത് സാർ. എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക് ഞാൻ ചെയ്യാനാ? എല്ലാത്തിനും കാരണം അവനാ അന്ന് മര്യാദയ്ക്ക് ആ പത്രം ഇടാത്തോണ്ടാ അവള് പത്രം എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയത്. അവള് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവളെ ചെരുപ്പ് നനഞ്ഞത്. ഞാൻ ജസ്റ്റ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങാൻ നോക്കിയപ്പോഴേക്കും അവൾ നനഞ്ഞ ചെരുപ്പ് ഇട്ടോണ്ട് ആ വെട്രിഫൈൽ ടൈൽസിന്റെ മുകളിൽ കൂടെ ഓടി. അവിടുന്ന് സ്റ്റേഷന്റെ മുകളിലേക്ക് ഓടി ആ മലർന്ന് വീട് ചത്ത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ കൊലപാതകയല്ല യുവർ. ഞാൻ കൊലപാതകയല്ല, ഞാൻ വെറും കോഴി.